ഹായ് പെപ്സി. ഇങ്ങോട്ട് കണ്ടന്റ് എടുക്കാനുള്ള ഇത് പെപ്സി, ഇത് കൊക്കക്കോള. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ബ്രാൻഡ് ഇല്ലാതെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാൻ പാ. ഗൈസ്, നമുക്ക് ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇതിനെ വാ. പെപ്സി അല്ല അല്ല, ഇത് പെപ്സി, അത് കൊക്കക്കോള. രണ്ട് നമ്മൾ കാര്യമായിട്ട് കുടിച്ചു നോക്കിയിട്ട് ഒരു വ്യത്യാസം നമുക്ക് തോന്നിയില്ല. എന്നാലും പെപ്സിനെ അപേക്ഷിച്ച് കൊക്കക്കോള ഏകദേശം 127 ബില്യൺ റുപ്പീസിന്റെ റവന്യൂ ആണ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ട്? ലൈക്ക് ഈ ഒരു സാധനം ബ്രാൻഡിങ്. അതായത് കൊക്കക്കോളയുടെ ആഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ മെയിൻലി പറ്റും. ഇത് പ്യൂർലി ബ്രാൻഡ് ചെയ്തേക്കുന്ന ഒരു ഹാപ്പിനെസ് ബ്രാൻഡായിട്ടാണ്. അതായത് കൊക്കക്കോള മാർക്കറ്റിലോട്ട് വന്നേക്കുന്നത് ഒരു ഹാപ്പിനെസ് വരുമ്പോൾ കുടിക്കാനുള്ള ഒരു ഡ്രിങ്ക്, ആ ഒരു കോൺസെപ്റ്റിലാണ് കൊക്കക്കോളയുടെ ആടെല്ലാം ചെയ്തേക്കുന്നത്. ഈ ഒരു സിംഗിൾ പോയിന്റ്, അതായത് ഈ റെഡ് കളറും അതുപോലെ തന്നെ ഈ ബ്രാൻഡിങ് ആണ് കൊക്കക്കോളനെ ലാസ്റ്റ് 30 ഇയേഴ്സിലോട്ട് സോഫ്റ്റ് ഡ്രിങ്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും സ്ട്രോങ് ബ്രാൻഡാക്കി മാറ്റിയത്. അതായത് ₹1 കൊക്കക്കോളയുടെ റവന്യൂവിൽ കൂടിയാൽ പോലും ഏകദേശം കോടികളാണ് അവരുടെ പ്രോഫിറ്റ് മാർജിനിൽ കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡാണ് കൊക്കക്കോള.